എന്തോ നീ ചേട്ടാ പുട്ടുണ്ടാക്കണോ ഇതിനകത്ത്? പൊളിച്ചിരുന്നാ പുട്ടുണ്ടാക്കണത്? പരസ്യമായിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇരിക്കണത്. അതല്ല ബെഡ്ഷീറ്റ് ഒക്കെ ഇട്ട് മൂടിപ്പോച്ചിരുന്ന് പുട്ടുണ്ടാക്കണോണ്ട് ചോദിച്ചു. നീ ഒന്നും ചൊറിയാതെ പോച്ചിട്ട് നീ ജോലി നോക്കി. എന്താന്ന് പറ്റി? എനിക്ക് വയ്യത്. വയ്യേ? ഓ, കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നണല്ലോ. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നാൻ എന്റെ മുഖത്തിനല്ല വയ്യാത്തത്. എപ്പ തൊട്ട് വയ്യ? ഇതൊരു ശല്യം. എനിക്ക് വയ്യാന്ന്, എനിക്ക് തൊണ്ടയൊക്കെ വേദന. ഇങ്ങോട്ട് നോക്ക്, 2 ബഡ്സ് എടുത്തോണ്ട് വരട്ടാ. എന്തിന്? കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ. ചുമ്മാ നീ ഒന്ന് അടുത്ത് നിൽക്കില്ല, പനി വരുമെന്ന്. നീ ഒന്ന് പോവാനെന്ന്. ഓരോ ഭർത്താക്കന്മാരെ ആഗ്രഹിക്കും ഭാര്യമാരെ അടുത്ത് വേണമെന്ന്. വയ്യാത്തപ്പോ ചേട്ടന് ഞാൻ അടുത്ത് വേണ്ട. നിനക്ക് പനി വന്നാ നിന്നെ കൂടെ അടുത്ത് നോക്കാനെന്ന് എനിക്ക് വയ്യ. നീ ഇത്തിരി പോ. മക്കളെ ചിന്നു, കുറച്ച് വ്യാഴ്ച തുണി ഉണ്ടായി താ മക്കളെ. വർഷാപ്പിലെ തുണിയേ ഇല്ല. നോക്കണം മാമ. എന്ത് പുളിങ്ങാൻ വെച്ചേക്കണ? ഇത് മക്കളെ ആവി പിടിക്കണെന്ത്? പല്ലിങ്ങനെ വളർന്നു വരാനായിട്ട് ആവി പിടിക്കുന്നത്. എന്ത് ഇഷ്ടപ്പെട്ട? ഓ ഇഷ്ടപ്പെട്ടേ. ഇത്തിരി വയ്യ, ഇത്തിരി സ്വസ്ഥ കാരണം ഇത്തിരി പോവോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് സംസാരിക്കും. ഇത്തിരി വയ്യാത്തോണ്ടാണ് ഇത്. കണ്ട ഇപ്പൊ അവന് ഒരു ഗുരുവും ഇല്ല. അത് ശബ്ദം കണ്ട? ഇതാണ് ഞാൻ പറഞ്ഞ കള്ളപ്പനിയാണെന്ന്. മക്കളെ നോക്ക്, നീ വന്ന തുണി എടുത്ത വ്യാഴ്ച തുണി ഉണ്ടാക്കി. എടുത്തതാ. ആ ടീഷർട്ട് ഊരി തുടച്ചാൽ മതി. ഇവിടെ വേറെ ആർക്കും ഇല്ല വേച്ച തുണി. ഇവ എന്തിനു പറഞ്ഞത്? ഞാൻ ഈ ചേട്ടന്റെ ടീഷർട്ട് എടുത്ത് തരാം. അത് മതി. നീ ഭാഗോട്ട് കയ്യാ അടിച്ചോടിക്കും. ചേട്ടാ വയ്യേ? ബാ എണീക്ക്, പതുക്കെ എണീക്ക്. നോക്കുതാ, ചൂട് കഞ്ഞിയുണ്ട്, പപ്പടമുണ്ട്. ഇതങ്ങോട്ട് കഴിക്കുമ്പോഴത്തേക്കും പനിയൊക്കെ മാറും. വാ. അയ്യോ അങ്ങനെ പറയല്ലേ, ബാ. ചൂടാണല്ലോ. പതുക്കെ. ഓക്കെ ആണോ? ഉപ്പിട്ടുണ്ടോ? അയ്യോ ഉപ്പിട്ടിട്ടുണ്ട്. ആക്കിനൊന്നും രുചിയില്ലേ? ഉപ്പില്ല. ഉണ്ടെന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയല്ലേ. ഫുള്ള് കഴിക്കണേ. നീ ബിങ്കിരി റൂമിൽ പോയി കിടന്നോ. എന്തിന്? ഇവിടെ കിടക്കണ്ട. ഇവിടെ കിടക്കണ്ട. കാര്യം എന്തെന്ന്? പനി പകരും. ഓ പിന്നെ ഞാൻ പിങ്കിയുടെ മുമ്പ് പോയ ചേട്ട പനി പോകും. എന്റെ പനി പോണ നിനക്ക് വരും. രാത്രിയല്ല, നമുക്ക് അപ്പ ആലോചിക്കും. എപ്പ ആലോചിച്ചാലും നീ ഇന്ന് അവിടെ കിടന്നാ മതി. ഇവിടെ കിടന്ന് പനിയൊന്നും പിടിപ്പിക്കണ്ട. എന്തൊരു കഷ്ടമാണിത്. ഇവിടെ വന്ന് നിൽക്കുവാണോ? ഓ ഇരിക്കണം. പഠിക്കാനൊന്നുമില്ലേ? ഇല്ല. അടുത്ത ആഴ്ച എക്സാം അല്ലേ? എക്സാം ഒക്കെ തന്നെ പഠിച്ചോണ്ടല്ലേ ഇരിക്കണേ. ഇങ്ങനെയാ പഠിക്കണത്? അതെന്റെ ശരീരം ഇവിടെയാണെങ്കിലും എന്റെ മനസ്സും കണ്ണും ഒക്കെ ഇതിനകത്ത് തന്നെയാണ്. അല്ല ഇങ്ങോട്ട് നോക്കട്ടെ. എന്തിനു നോക്കണം? 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അത് അപ്പച്ചി കാരണോണ്ട് തോന്നുന്നു. പിന്നെ ഇംഗ്ലീഷ് എനിക്കറിയാം. ഇങ്ങോട്ട്. ഇത് ഇംഗ്ലീഷ് അല്ല, പിന്നെ ട്രിഗ്നോമെട്രി. ട്രിഗ്നോമെട്രിയാ? BA ഇംഗ്ലീഷിലെ ട്രിഗ്നോമെട്രി എവിടെ നിന്ന്? അത് പിന്നെ അത് പുതിയ സിലബസ്. അയ്യോ വല്ലാതെ കിടന്ന് ഉരുളല്ലേ. മക്കളെ പനി കുറഞ്ഞ? പനിയാ? ആർക്ക് പനി? നിനക്കൊന്നും അറിയണ്ടല്ലോ. ഇത് രാമേണ്ണന് കടുത്ത പനിയാണ്. അയ്യോ എന്തോന്ന് പനി? പേരിട്ടിട്ടില്ല, ഇടുമ്പോ വിളിക്കാം. അയ്യോ നല്ല തമാശ. എന്റെ മരുന്നൊക്കെ കൊടുത്താ? മക്കളെ നോക്ക്, സൂക്ഷിക്കണം. ഇപ്പൊ ഒരുപാട് സൈസ് പനികൾ ഇറങ്ങിയിട്ടുണ്ട്. കൊറോണ, ഡെങ്കിപ്പനി, പിന്നെ കൊരങ്ങ് പനി എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. കൊരങ്ങ് പനി വരൂല മാമ. അതെന്ത്? കൊരങ്ങന്മാർക്ക് എങ്ങനെ കൊരങ്ങ് പനി പറഞ്ഞ? എന്തടി എന്ത് എവിടെ തുറന്നേ? വീട്ടിന്ന്. അടുത്തല്ലേ? ഓ എനിക്ക് വരും. കയ്യട്. എനിക്ക് ആരും സന്തോഷം ഓർത്ത് പറയട്ടാ. എന്തോന്ന്? ഇന്നോട്ട് ഞാൻ നിന്റെ കൂടെയാണ് കിടക്കാൻ പോകുന്നത്. എന്റെ കൂടെ? അതെന്തിന്? ഞാൻ മാത്രം ചത്താ പോരല്ലോ, നീയും കൂടെ എന്റെ കൂടെ വാ. അപ്പച്ചി ഒന്നും ശരിയാവില്ല. എന്ത്? അപ്പച്ചി ഇത് നോക്ക്, നല്ല രസമല്ലേ? അപ്പച്ചി വർക്ക്ഷോപ്പിൽ കിടന്നാൽ. അത് ശരി തന്നെ. അത് ശരിയാണ്. കണ്ട വർക്ക്ഷോപ്പിൽ കിടക്കാൻ. എന്തോന്ന് ഞാൻ വർക്ക്ഷോപ്പിൽ കിടക്കാനാ? മക്കള് വർക്ക്ഷോപ്പിൽ കിടക്കണ്ട, നീ ഇവിടെ റൂമിൽ കിടന്നാൽ. ഓക്കെ പിങ്കി സെറ്റ്. ഞാൻ നിന്റെ കൂടെ. ഓക്കെ? ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ? ഓക്കെ.
നീങ്ങ്. അയ്യോ അപ്പച്ചി സീരിയസ് ആയിട്ടാ പറഞ്ഞേ. പിന്നെ തമാശക്കാ പറഞ്ഞത്. നീങ്ങ്. ശ്ശെ. അപ്പച്ചി ഇടി അനങ്ങി നീങ്ങ അങ്ങോട്ട്. ഉഫ്, എന്ത് കഷ്ടം നോക്കണേ. എന്തോന്ന്? അപ്പച്ചി ഞാനേ ചിലപ്പോ ഉറക്കത്തിൽ കൈയും കാലും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടും. അപ്പൊ അപ്പച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അവിടെ തറയെ കിടന്നു. തറയെ കിടക്കാ ഞാന്. എടി നീ അല്ലേ പ്രായത്തിന് കുറവ് എന്നെ കാട്ടിട്ട്. നീ താഴെ കിടക്ക്. അയ്യോ ചെറിയ കുട്ടികൾ അങ്ങനെ തറയെ കിടത്താൻ പാടില്ല. അത് കരയും. അയ്യോ നീ കരഞ്ഞോണ്ട് തറയെ കിടന്നു കേട്ടാ. ഒരു സുഖം ഇല്ല കേട്ടാ നിന്റെ ബെഡ്. ഇല്ലല്ലേ? അയ്യോ അതാണ് ഞാൻ പറഞ്ഞേ. സോഫയിൽ കിടന്നാലോ അവിടെ പുറത്ത്. നീ പോണോ? ഇല്ല. അപ്പച്ചിക്കല്ലേ സുഖമില്ല. ഞാൻ പോണെന്തിനാ? ഒന്നുമില്ല. എടി ഞാൻ അവിടെ കിടക്കാമെന്ന് നിനക്ക് പിടിച്ചിട്ടില്ലല്ലേ? അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്തോ ഒരു സുഖക്കുറവ്. എന്തായാലും ഞാൻ 3 ദിവസത്തേക്ക് ഇവിടെ തന്നെ കാണും. 3 ദിവസത്തേക്ക്? അയ്യോ എടി നീ എന്തോന്നാ? എന്തോന്ന് അപ്പച്ചി ഇത്രയും സ്ഥലം പോരാ. ഇതാണ് ഞാൻ പറഞ്ഞ നമുക്ക് സ്ഥലമില്ല അപ്പച്ചി. കുഞ്ഞു കട്ടിലല്ലേ ഇത്. എടി നിനക്ക് അത്രയും എനിക്ക് ഇത്രയോ? അത് എനിക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കണം. ഇങ്ങനെയൊക്കെ എന്താ എന്ത് വൃത്തിയുടെ പെണ്ണത്? എന്തോന്ന് അപ്പച്ചിയാണോ എന്തോ. അപ്പച്ചി അപ്പച്ചിക്ക് ലൈറ്റ് ഇടുന്നതാണോ ഇഷ്ടം? നിനക്ക് എങ്ങനെയാണ് ഇഷ്ടം? എനിക്ക് ലൈറ്റ് ഇടുന്നതാണ് ഇഷ്ടം. ലൈറ്റ് ഇടുന്നതാണോ ഇഷ്ടം? എന്നാ ലൈറ്റ് കിടന്നോട്ട്. ഇടുന്ന ഇഷ്ടമല്ലായിരുന്നല്ലോ. നിനക്കിപ്പോ എന്ത് വേണം? എന്നാ പിന്നെ ലൈറ്റ് അണയ്ക്കാം. ലൈറ്റ് അണയ്ക്കാം. ഓക്കേ. ഓ അണ്ടവാ മമ്മ. 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 എന്റെ അണ്ടവാ. മമ്മ. പിങ്കി എന്താ ഇത്? എന്താ നീ എന്തോന്ന് കാണിക്കണേ? അത് ഊരി നിന്റെ ചെവിന്ന്. എന്തേ? ഇടി എന്തോന്നടി കിടന്ന് കാറി പൊടിക്കണത്? പാട്ട് ഇങ്ങനെയാ പാടുന്നത്. കൊള്ളൂലേ? ഇടി നമ്മളിവിടെ ഉറങ്ങാൻ കിടക്കുകയല്ലേ, നീ എന്തോ നൂവാണ്ടവാന്ന് പറഞ്ഞ് ഉറക്ക പാടുന്നത്? പാട്ട് കേട്ടാ പോരെ? നിന്റെ കാണത്തുണ്ടല്ലേ പാട്ടും കൂടെ കേട്ടോണ്ട് ഞാൻ ഈ കിടന്ന് ഉറങ്ങണോ? എനിക്ക് പാട്ട് പാടിയില്ലെങ്കിൽ എന്തോ പോലെ. ഇത് നേരത്താണോ അങ്ങർക്ക് പനി പിടിക്കാൻ തോന്നിയത്? എന്നാ പിന്നെ ഞാൻ ഒരു താരാട്ട് പാട്ട് വയ്ക്കത്താ. എടി നീ എന്ത് പുലോബേ, നീ അത് ഉറക്ക പാടാതിരുന്നാ മതി. പാട്ട് കേൾക്കണ്ട എനിക്ക്. പോരെ? സമാനായില്ലേ? സമാനായി. ദൈവമേ. പിങ്കി പിങ്കി കുരിശായല്ലോ. കാളരാത്രിയായെന്നാണ് തോന്നുന്നു. വലിച്ച് കേറ്റി. അയ്യേ ഒരവസ്ഥ ദൈവമേ. എന്തെല്ലാം സൗണ്ടുകളാണ് ഈ പെണ്ണിന്റെ വായെന്ന് പറഞ്ഞു. ശപിക്കപ്പെട്ട ജന്മം. മക്കളാ ഇടിഞ്ഞു വാ, ഓടി ഇരുന്ന് കയറി വാ. വേണ്ട, പനി വരും പനി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഈ വെള്ളമൊന്നും എടുത്തോണ്ട് വന്നൂടെ പെങ്കി നിനക്ക്?
മക്കളെ എന്ത് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഇന്നലത്തെ എന്റെ ഉറക്കം ശരിയായില്ല മാമ. ആ ഞാൻ താണ്ടെ ഈ പിശാസിന്റെ കൂടെയാണ് കിടന്നുറങ്ങിയത്. വല്ല വർക്ക്ഷോപ്പിലും കിടന്നാൽ മതിയായിരുന്നു. അതിന് ഞാൻ എന്തോന്ന് ഇതപ്പച്ചി? നീ ഒന്നും ചെയ്തില്ലല്ലേ? നിന്റെ ഒടുക്കത്തെ കൂർക്കം വലി കാരണം എനിക്ക് ഒരു പോളം കണ്ണടക്കാൻ പറ്റിയിട്ടില്ല. കൂർക്കം വലിയാ? അയ്യോ കേട്ടിട്ടില്ലേ? കേട്ടിട്ടാ കൊണ്ട്. ഞാൻ കൂർക്കം ഇപ്പൊ വലിച്ചെന്ന്? എടി രാത്രി മൊത്തം നിന്റെ പരട്ട കൂർക്കം വലി കാരണം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അയ്യോ ഞാൻ കൂർക്കം വലിക്കൂല. പിന്നെ ഇന്നലെ വലിച്ചതായത്? അതെനിക്ക് തന്നെ അറിയാം. നീയാണ് വലിച്ചത്. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എന്റെ കണ്ണിലോട്ട് നോക്ക്. ഇത് വെറുതെ ചുമ്മാ എന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അപ്പച്ചി പറയണതാണ്. കൂർക്കം വലി എന്നൊക്കെ പറഞ്ഞ മാമ സിമ്പിൾ കൂർക്കം വലിയൊന്നും അല്ല. പല പല പിച്ചില് സരിഗമപാന്നങ്ങോട്ട് വലി. ഇവിടെ കൂർക്കൊക്കെ വലിക്കും. ആ അതാണ് ഞാൻ കൂർക്കം വലിക്കൂലല്ലോ അല്ലേ? ഈ കൂർക്കൊക്കെ വലിക്കുവോ എന്ന് അത്ഭുതത്തോടാണ് ചോദിച്ചത് കേട്ടോ. അല്ല വലിക്കൂല എന്നല്ല പറഞ്ഞത്. ഞാൻ കൂർക്കൊന്നും വലിക്കൂല. എനിക്ക് കൂർക്കം വലിക്കാൻ അറിഞ്ഞൂടാ. യൂത്ത് കോളേജിൽ പോയി പഠിക്കാൻ 2 മാസത്തെ കോഴ്സ് കൂർക്ക വലിയ പോങ്ങളെ അങ്കളെ അപ്പച്ചി വെറുതെ കള്ളത്തരം പറഞ്ഞുണ്ടാക്കണേ. പിന്നെ മാമ നമ്മുടെ വർക്ക്ഷോപ്പിൽ പണ്ടൊരു കാർ ഉണ്ടായിരുന്നില്ലേ? അത് സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു വൃത്തികെട്ട ശബ്ദം ഉണ്ടാവുമല്ലോ. അതേന്ന് വൃത്തികെട്ട ശബ്ദമായിരുന്നു വെള്ള കൂർക്കം. ഞാൻ അല്ല അപ്പോ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ എന്റെ ചേച്ചി ഇത് അറിയണമല്ലോ. അവളിത് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ആര്? റിങ്കിയ. ഭൂലോകം ഇടിഞ്ഞു വീണാ പോലെ എണീക്കാത്ത ഒരുത്തിയാണ് അവള്. അവളെങ്ങനെ പറയാനാണ് നിന്റെ അടുത്ത്? അത് ശരിയാണല്ല. ഇവിടെ കൂർക്കം വലിക്കാൻ റിങ്കി പെണ്ണ് പറയണ്ടേ? മക്കളെ നമ്മൾ കിടന്ന് ഉറങ്ങണതുകൊണ്ട് നമുക്കറിഞ്ഞൂടെ നമ്മൾ കൂർക്കാൻ വലിക്കുന്നത്. ഞാൻ കൂർക്കം വലിച്ചിട്ടില്ല. കള്ളി പെരുങ്കള്ളി. എടി നീ ഒരു സത്യം മനസ്സിലാക്കണം. നീ വേറൊരു കൂർക്കേശ്വരിയാണ് കേട്ടോ. അപ്പച്ചി എന്തിനപ്പച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണത്? നീ വെച്ച് തർക്കിക്കണ്ട. ആവശ്യമില്ലാതെ തർക്കിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞാണ് സത്യം. നീ എന്നെ കള്ളിയാക്കാൻ നോക്കണ പിങ്കി? അതെ കള്ളി തന്നെ നിങ്ങൾ. കള്ളി പെരുങ്കള്ളി. ഇത് ഞാൻ തെളിയിക്കൂടി. ഞാൻ തെളിയിക്കും. നീ വെറും കൂർക്ക പ്രാന്തിയാണ്. ഞാൻ തെളിയിക്കും. തെളിയിക്കാം കേട്ടോ. ചുമ്മാ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കണം. പങ്കു പങ്കൻ എന്താടി ഒരു കടുപ്പം? നീ കൂർക്കം വലിക്കുന്ന പറഞ്ഞാൽ അവിടെ പടങ്ങിയിരിക്കണം. എടി അവള് ചുമ്മാ പറഞ്ഞിരിക്കും. നിനക്കൊരു കാര്യം അറിയാം? ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോ ഇവിടെ കല്യാണം കഴിച്ചല്ലേ, ആ സമയത്ത് എന്തൊരു കൂർക്കം വലിയാനെന്ന് അറിയാമോ? എന്റെ കൂട്ടുകാരന്മാരെ ഗൾഫിൽ നിന്ന് കാണാൻ വന്നില്ല. മറ്റേ റൂമിലുണ്ടായിരുന്ന അമ്മമാര് അവർക്ക് എന്തിനാണ് കൊടുത്തത്? 300 പഞ്ഞി എന്റെ കൂർക്കം വലി കേക്കായിരിക്കും. അറിയാമോ? ആ അങ്കിളുടെ കാര്യത്തിൽ അത് ശരിയായിരിക്കും. അങ്ങള് കൂർക്കം വലിക്കുമായിരിക്കും. പക്ഷെ ഞാൻ കൂർക്കം വലിക്കൂല. ശരി. അതെന്തിനു കണ്ടുകൊടുത്തു? അങ്ങളുടെ മൂക്ക് നോക്കൂ. കണ്ടോ? സോറി, ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കണേ. വളഞ്ഞ മൂക്കുള്ളവര് കൂർക്കം വലിക്കും. അത് ശരി. എന്റെ മൂക്ക് നോക്ക്, സ്ട്രൈറ്റ് ആണ്. അപ്പൊ ഞാൻ കൂർക്കം വലിക്കൂല. ഇപ്പഴേ നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ മൂക്കുത്തി ഉണ്ടോ? അതിന്റെ മറ്റേ തണ്ട് താഴോട്ടല്ലേ ഇരിക്കണത്. അപ്പൊ നീ ഇങ്ങനെ ശ്വാസം വലിച്ചിട്ട് വിടുമ്പോ ഞാൻ ഇടയിൽ കൂടെ പോണതിന്റെ സൗണ്ടാണ് ഈ കേൾക്കണത്. അതൊന്നുമല്ല. പിന്നെന്ത്? ഞാൻ പണ്ട് മൂക്കുത്തിട്ടിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ കൂർക്കം വലിച്ചില്ലല്ലോ. മൂക്കുത്തിട്ടില്ലായിരുന്നു. അപ്പൊ സൗണ്ട് ഇല്ല. അപ്പൊ മൂക്കുത്തിട്ട് ഇപ്പൊ സൗണ്ട് ഉണ്ട്. ഇതൊന്നും അല്ല. എനിക്ക് തോന്നണതേ അപ്പച്ചി തന്നെ കൂർക്കം വലിച്ചിട്ട് ആ കൂർക്കം വലിയൊരു ശബ്ദം കേട്ട് അപ്പച്ചി എന്നെ എണീച്ച് നോക്കണായിരിക്കും. ചിന്നു നിന്റെ അപ്പച്ചി അവള് കൂർക്കമല്ല തെറുപ്പ് പീടി വരെ വലിക്കാനുള്ള ആളാണ്. എനിക്കറിയാം. അപ്പൊ അപ്പച്ചി തന്നെ ആയിരിക്കും. അല്ല ഞാൻ ഒന്നുമല്ല. പിന്നല്ല, നീ അങ്ങനെ ചെയ്യും. അത് തന്നെ. ഏതായാലും നീ കിടക്കണതിന് മുമ്പേ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് കിടന്നാൽ മതി. എന്തിനാ? ഈ കൂർക്കത്തിന്റെ സൗണ്ട് ചിലപ്പോ പറയും. പിങ്കു നോക്ക്. എന്റെ അടുത്ത് ആരും ഉണ്ടോ? എടി നോക്കടി. ഞാൻ പടം ഇങ്ങനെ നോക്ക്. ഇനി ഞാൻ ഒരിക്കലും സത്യം പറയൂല. ഇനി ഞാൻ ഒരിക്കലും സത്യം പറയൂല. സത്യം പറയൂലെന്നാ? ഞാൻ സത്യം പറഞ്ഞാലല്ലേ നീ പണയം കിടക്കണേ. ദേപ്പച്ചി ഒന്ന് പോയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്. നോക്ക്, ഇന്ന് രാത്രി നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ കൂർക്കം വലിച്ചോ. ഞാൻ ഒന്നും പറയില്ല. ഞാൻ കൂർക്കം വലിക്കൂലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അറിഞ്ഞൂടാ. എന്ത് പിന്നെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ചുമ്മാ അപ്പച്ചി വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി. നോക്ക്, ലൈറ്റ് അണയ്ക്കട്ടെ. ലൈറ്റ് അണയ്ക്കട്ടാന്ന്.
എടി മിണ്ടടി. ഞാൻ പറ്റില്ല പോ. എനിക്കൊന്നും സംസാരിക്കില്ല. ചിരി പിങ്കി. ഉറങ്ങി. ഇതാണടി എനിക്ക് വേണ്ടത്. എന്തോന്ന് പറഞ്ഞ നീ കൂർക്കം വലിക്കൂല, ഞാൻ കള്ളിയാണ്, പെരുങ്കള്ളിയാണെന്നല്ലേ? നീ ചുമന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യണത് നിന്റെ പൊഴി മുഖം നാളെ വീളോടെയോടി പന്നപ്പിങ്കി. കേറ്റ് കേറ്റ്. വലിച്ച് പണ്ടാരാണ്. പനി കുറവുണ്ടാ? കുറവുണ്ടോ വെച്ചാ? പനി കുറഞ്ഞ ഭയങ്കര വിശപ്പ്. ഓ, അല്ലെങ്കിൽ എന്നെ മുമ്പ് വിശപ്പില്ലായിരുന്നു. ചിന്നുവേ, ചിന്നു, ഭയങ്കര വിശപ്പ്. നീ എന്നെ പരീക്ഷിക്കാതെ ഒന്ന് കൊണ്ടുവരുവോ? വരുന്ന എന്തടി ഇവിടെ? ആരെവിടെ? അതെടുക്കാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം വിളമ്പുണ്ട്. എടുക്കാം. നീ ഇന്നലെ എന്നെ ഒരു പേര് വിളിച്ചു, അതെന്താണ്? ഓർമ്മയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പച്ചിന്നല്ലേ? അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. പെരുങ്കള്ളീന്ന്. എന്തിനാ വിളിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓ, എന്തിന്? അത് ഞാൻ കൂർക്കം വലിച്ചെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞു. എന്തോന്ന്? കള്ളം പറഞ്ഞതുകൊണ്ട്. ഓർമ്മയുണ്ടല്ലോ. നീ കളഞ്ഞിട്ട് വല്ല ഉണ്ടെങ്കിൽ വിളമ്പ് വേണ്ട അങ്ങോട്ട്. അയ്യടാ, അങ്ങനെ നിസ്സാരപ്പെടുത്തല്ലേ. ഇത് സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എടി, നീ കൂർക്കം വലിക്കൂല, നിനക്ക് വലിക്കാൻ അറിഞ്ഞൂടാ, എന്തൊക്കെയായിരുന്നു. ഓ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ. മാമനും വിശ്വസിച്ചില്ല, ചേട്ടനും വിശ്വസിച്ചില്ല. ഇന്ന് ഞാൻ അത് ഇവിടെ തെളിയിക്കാൻ പോവാണ്. തെളിയിക്കാന്? അതെ, ഐ ഹാവ് ടു പ്രൂവ് മൈ ഇന്നസെൻസ് ബിഫോർ ദ കോർട്ട്. നോയിക്കോടി, ഇത് ഫോൺ കണ്ടല്ലോ. ഇനി ഇത് റെക്കോർഡർ. ഈ റെക്കോർഡറിന്റെ അകത്തുള്ളത് എന്താണെന്നറിയാമോ? നിന്റെ കൂർക്കം. കേൾക്ക് കേൾക്ക് കേൾക്ക്. ആഹാ, എന്തിട്ട് അവിടെ കുത്ത? കുത്തല്ല, ഗുമ്മം കുത്തായിരുന്നു. ഇത് നോക്ക്, ഇതാണ് ഹൈലൈറ്റ്. എന്റെ രവിയണ്ണ, എനിക്ക് ഒരുപാട് പറയാം. രവിയണ്ണ, ഞാൻ ഇവിടെ കിടന്ന് നരയിച്ചോണ്ടിരിക്കുന്നു. അണ്ണാ, ഞാൻ പണിയെടുത്ത് മടുത്ത്. എന്നെ കെട്ടിയുണ്ടല്ലോ, ഉഴപ്പന, ഒരു പണിക്കും പോലെ. ആ, പിന്നെ മാമൻ, അത് ഒരു കുറവും ഇല്ലാത്ത. എന്റെ കെട്ടി ഇപ്പോഴും ഗൾഫിന് ഷെയ്ക്കാണെന്നാണ് വെച്ചാൽ കഴിഞ്ഞൊരു കുപ്പ പോലും എടുക്കൂല. ഒരു പണിക്കും പോകൂല. എനിക്ക് മടുത്ത് തീർന്നു. ഇത് ഏത് അമ്പലത്തിലെ സ്വാമി എടുത്ത് പ്രാർത്ഥിച്ചത്? നിനക്ക് മിമിക്രി അറിയായിരുന്നല്ലേ? ഓ ചേട്ടാ, ഞാൻ ഇവിടെ കൂർക്കം മാത്രമാണ് വിചാരിച്ചത്. ഇവക്ക് മിമിക്രി അറിയാം. ഞാൻ വിചാരിച്ചു നിനക്ക് റെക്കോർഡിങ് മാത്രമേ അറിയാവുന്ന. നിനക്ക് നല്ല അഭിനയം അറിയല്ല. ഞാൻ കുടിഞ്ഞ് കുപ്പ എടുക്കടി. എന്റെ കുപ്പയെ കൊണ്ട് നീ എവിടെ പോവടി?
ഞാൻ പറയാം. കുട് കുട് കുട്. സോറി. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും റെക്കോർഡും ചെയ്ത് അവള് സ്വന്തമായിട്ട് ശബ്ദരേഖ നടത്തിക്കൊണ്ട് നടക്കണം. നിന്നെ ഒരുപാട് അയ്യോ അപ്പച്ചി അപ്പച്ചി ഇതാണ് പറയണത്, കൊടുത്ത കൊല്ലത്തും കിട്ടും. അയ്യോ